ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ തലേദിവസം മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു ഈവനിങ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് മാർക്കറ്റിൻ്റെ വെജിറ്റബിൾസ് ആയിട്ടുള്ള വ്യൂ ആണ്. കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഷോട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു 2 to 3 വീക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും മാർക്കറ്റിൽ പോയി ഞാൻ സാധാരണ വാങ്ങിക്കാറുണ്ട്. അതാണ് കുറച്ചും കൂടി ഈസി. അതായത് നമുക്ക് എപ്പോഴും മാർക്കറ്റിൽ പോവുകയും വേണ്ട, ചെറിയ ചെറിയ സാധനങ്ങൾക്ക് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പം മാർക്കറ്റിൽ പോയി അപ്പോൾ ഈവനിങ്ങിൽ തിരിച്ചു വന്നു. അപ്പം ഞാൻ ഇന്ന് പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചു, വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു കൊതി തോന്നി, ഇച്ചിരി കഞ്ഞിയും ചമ്മന്തിയും കൂടി അരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചമ്മന്തി മാങ്ങ ഇട്ടരയ്ക്കുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റ് ആണല്ലോ, എനിക്കത് കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളെല്ലാം അടുക്കി വെക്കാം. ഫുൾ സാധനങ്ങൾ ഇന്ന് അടുക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ, എന്നാലും ട്രൈ ചെയ്യാം. കുറച്ച് വെജിറ്റബിൾസും ഫിഷും എല്ലാം നമുക്ക് ആദ്യം സെറ്റ് ചെയ്ത് വെക്കാം. കൊണ്ടുവന്ന വെജിറ്റബിൾസ് ഒക്കെ വെച്ചില്ലെങ്കിൽ പന്നലായി പോകും. നമ്മൾ ഈ കവറിലൊക്കെ ഇരുന്ന് ചിലപ്പം പന്നലായെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് അന്ന് തന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് മാക്സിമം. സ്ട്രോബെറിയും ഗ്രേപ്സും എല്ലാം ഞാനിവിടെ ഇങ്ങനെ കഴുകി വെക്കുന്നുണ്ട്. അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കുറച്ച് നേരം വെക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം സെറ്റായി കഴുകി പിന്നെ ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കെപ്പോൾ ഒന്ന് എടുത്തായിരുന്നാലും കഴിക്കാമല്ലോ. അപ്പോൾ അതവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതേപോലെ കറി ലീവ്സ് ഞാൻ ഇതുപോണക്ക് ഉപ്പിട്ട് കഴുകി ഡ്രൈ ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അതാകുമ്പോഴത്തേക്കും കറി ലീവ്സ് കുറേ നാളത്തേക്ക് കേടാവാതിരിക്കും. നമുക്കൊരു മാക്സിമം ഒരു 2 to 3 വീക്സോളം നമുക്ക് അത് ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കും. എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാനും. ഇന്ന് പിന്നെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാനത് നിങ്ങളെ കാണിക്കാഞ്ഞതാണ്. അപ്പോൾ അത് ഞാൻ വേറൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിപ്പോയി, പിന്നെ ടയേർഡായിപ്പോയി. അതുകൊണ്ട് ഞാനത് അത്രയും കാണിക്കാൻ. അപ്പോഴത്തേനും നമ്മുടെ കഞ്ഞി ആയിട്ടുണ്ട്. കഞ്ഞിയും തോരൻ എനിക്കുണ്ടായിരുന്നു, ഓൾറെഡി ഉച്ചയ്ക്കത്തെ ഉണ്ടായിരുന്നു. അപ്പം തോരനും ചമ്മന്തിയും കഞ്ഞിയും കൂടെയാണ് ഞാൻ കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ കിടന്നുറങ്ങി. ഭയങ്കര ടയേർഡായിരുന്നു, ഭയങ്കര ലേറ്റുമായി. അതുകൊണ്ട് ഞാനൊരു ഉച്ചയായപ്പോഴത്തേക്കുമാണ് ഞാൻ എണ്ണീറ്റത്. മോർണിംഗ് റുട്ടീൻ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. മോർണിംഗ് എണ്ണീറ്റിട്ടില്ല. അപ്പം ഞാൻ ഉച്ചയ്ക്ക് എണ്ണീറ്റത് കൊണ്ടിട്ട് ഉച്ച തൊട്ടുള്ള വ്ളോഗ് ഞാൻ കാണിക്കാമേ. ഇന്നലെ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചു, കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ ഫിഷ് ഉണ്ട്, അതേപോലെ അതെല്ലാം നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നാളത്തേനുമായി. ഞാൻ അങ്ങനെയാണ് നോർമലി ഫിഷ് ഇന്നത്തേന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചട്ടിയിൽ വെച്ചിരുന്ന് കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളും എല്ലാം നമുക്ക് ചൂടാക്കി യൂസ് ചെയ്യാനായിട്ട് പറ്റും, പന്നലാവത്തൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഫിഷ് കറി വെക്കുന്നുണ്ട്. ചോറ്, കുറച്ച് മോരുകറി, അതേപോലെ കുറച്ച് മെഴുക്കുവരട്ടി. ഇത് ഇത്രയാണ് ഇന്ന് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കുക്കിങ്ങിൽ വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളൊന്നുമല്ല, പക്ഷേ ഇതുപോലെ ട്രൈ ചെയ്യാനും ടേസ്റ്റി ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. സാധാരണ മീൻകറിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് മീൻകറി വെക്കുന്നുണ്ട്. പിന്നെ മോരുകറി ഞാനൊരു പ്രത്യേക സ്റ്റൈലിലാണ് വെക്കണത്. എപ്പോഴും ഞാൻ സാധാരണ വെക്കാറ് കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് സാധാരണ മോരുകറി ഉണ്ടാക്കാറ്. ടൈം ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ കൂടുതലും മുളകിട്ട കറിയാണ് ഞാൻ ചൂസ് ചെയ്യാറ്. അതായത് എൻ്റെ വീട്ടിലും ഇതുപോലൊക്കെ മുളകിട്ട കറിയാണ് എപ്പോഴും വെക്കാറ്. ഞങ്ങളുടെ അങ്ങോട്ട് കൂടുതലും തേങ്ങ അരച്ചുള്ള കറികൾ അങ്ങനെ യൂസ് ചെയ്യുന്നത് കുറവാണ്. അതായത് മീൻ കറിയിൽ മമ്മിയൊക്കെ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഇതിലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഈ മുളകിട്ട കറിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതാണ് ഞാൻ കൂടുതലും ഉണ്ടാക്കാറ്.
അടുത്ത് നമ്മൾ മോരുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ജാറിലോട്ട് തൈര്, ജീരകം, ഒരല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് അരച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം പാൻ വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കടുക്, ഉഴുന്ന്, ഉലുവ, അതേപോലെ ഡ്രൈ ചില്ലി ലീവ്സ് എല്ലാം കൂടി ഇട്ട് ആ പേസ്റ്റ് ഒഴിച്ച് വെള്ളം പോലെ ആക്കുക. അത്രേ ഉള്ളൂ, ഈസിയാണ്. ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും നമ്മൾ ഇടേണ്ട, ഭയങ്കര ടേസ്റ്റുമാണ് ഇതിന്. ഒരു കാര്യം പറയാൻ വിട്ടുപോയേ, കുറച്ച് കായം കൂടി ആഡ് ചെയ്യണം. അതാകുമ്പോഴത്തേക്കും കുറച്ച് ഫ്ലേവേർഡ് ആവും, നല്ല ടേസ്റ്റും ആയിരിക്കും. കുറച്ച് കറി ലീവ്സ് കൂടുതലിട്ട് അതും കൂടുതൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ്, മോര്, മെഴുക്കുവരട്ടി, ഫിഷ് കറി. ഇത് സീബാസ് എന്ന് പറഞ്ഞ ഫിഷാണ്. ഭയങ്കര ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്, നല്ല പൂ പോലെ ഇരിക്കും. അപ്പം ഞാനെന്നാൽ ലഞ്ച് കഴിക്കട്ടെ. ഒക്കെ കഴിച്ചതിന് ശേഷം ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇനി ക്ലീനിങ്ങിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് തുടയ്ക്കാനും അതേപോലെ എല്ലാം സെറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചു. ഫ്രീ ആകുമ്പോഴാണല്ലോ ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതേപോലത്തെ വൈബ്സ് വെച്ചിട്ട് നമുക്ക് എല്ലായിടവും തുടച്ചെടുക്കാനൊക്കെ നല്ല ഈസി ആയിട്ടുള്ള സംഭവമാണ്. അല്ലാതെ തുണി വെച്ചും നല്ലതാണ്, പക്ഷെ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ വൈബ്സ് വെച്ചിട്ട് തുടയ്ക്കുന്നതാണ്. അതാകുമ്പോഴത്തേക്ക് ഈസിയുമാണ്, നല്ലപോലെ ക്ലീൻ ആവുകയും ചെയ്യും. ഇനി ഇന്നലെ കൊണ്ടുവന്ന ഗ്രോസറീസൊക്കെ നമുക്കിനി ബാക്കിയെല്ലാം അടുക്കി വെക്കാം. ഈ പ്ലാസ്റ്റിക് സ്റ്റോറേജ് ബാഗില്ലേ, ഇത് നല്ല കിടിലം പ്രോഡക്റ്റാണ്. അതായത് നമ്മൾ ഈ പ്ലാസ്റ്റിക് ബാഗ്സ് എല്ലാം ഇങ്ങനെ മുകളിലോട്ട് എടുത്ത് വെച്ചാൽ മതി. സൈഡിൽ കൂടെ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഫുള്ളായിട്ട് എടുത്തിട്ട് ഓരോന്ന് എടുക്കേണ്ട ആവശ്യമില്ല. സൈഡിൽ കൂടെ നമുക്ക് ഓരോ പ്ലാസ്റ്റിക്കായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഞാൻ എൻ്റെ ബോട്ടിൽസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ കബോർഡുകളിലാണ്. അത് നമ്മൾ ഓരോന്ന് തീരുമ്പോഴത്തേക്കും കഴുകി അടുക്കി വെക്കുന്നത് ഞാൻ അവിടോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ബോട്ടിൽസ് എല്ലാം റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുവാണ്. എനിക്ക് ഈ ചെറി ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. ഇത് ഞാൻ ഇപ്പോൾ സ്റ്റോറിൽ പോയിരുന്നാലും വാങ്ങിക്കും. നല്ല ടേസ്റ്റാണല്ലോ കഴിക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യുമായിരുന്നു. ഞാനിവിടെ സോനാ മസൂരി എന്ന് പറയുന്ന റൈസാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ പല റൈസും ഞാൻ വാങ്ങിച്ചു വെക്കാറുണ്ട്. മട്ട റൈസ് വാങ്ങിച്ചു വെക്കാറുണ്ട്, അതേപോലെ നമ്മുടെ വെള്ള റൈസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, സോനാ മസൂരിയും യൂസ് ചെയ്യാറുണ്ട്.
ബസ്മതി റൈസ്, ജീരകശാല എല്ലാം ഞാൻ വാങ്ങിച്ചു വെക്കാറുണ്ട്. അങ്ങനെ ഒരേ റൈസ് ഞാനിവിടെ യൂസ് ചെയ്യാറില്ല. പലപ്പോഴും പലതായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. മിക്കവാറും സോനാ മസൂരിയാണ് യൂസ് ചെയ്യണേ. സ്പെഷ്യൽ ഡേയ്സിൽ മാത്രമേ ബസ്മതി, ജീരകശാലയൊക്കെ ഞാൻ എടുക്കാറുള്ളൂ. ഗ്രോസറി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈവനിങ് ആയപ്പോഴത്തേക്ക് ഒരു ഗ്രീൻ ടീയും ഡേറ്റ്സും നട്ട്സും ഒക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നൈറ്റ് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, ഒരു മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീട് മാറുമായിരുന്നു, അപ്പം അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വന്നതിന് ശേഷം പിന്നെ കുക്ക് ചെയ്യാനൊന്നും നിന്നില്ല, പുറത്തുനിന്ന് ഓർഡർ ചെയ്തു സീ ഫുഡ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആ ഒരു സീ ഫുഡ് പ്ലേറ്റർ. പിന്നെ ടി വി ഒക്കെ കണ്ട് ഫ്രൂട്ട്സൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു, ഒരു കുട്ടിയൊരു വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ.